മാനുഷികമായ പരിമിതികളെ ബുദ്ധി കൊണ്ട് അതിജീവിക്കുകയാണ് വിവിധ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. തൻ്റെ അനന്തമായ സാധ്യതകളെ മനുഷ്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ ശാസ്ത്രത്തിന് മറ്റൊരു മുഖച്ഛായ ലഭിച്ചു. ശാരീരിക ശേഷിയെ അതിലംഘിക്കുന്ന ബുദ്ധിശക്തി കൊണ്ട് എല്ലാ പരിമിതികളെയും കുറവുകളെയും അതിജീവിക്കുവാൻ മനുഷ്യന് കഴിയുമെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ സങ്കീർണമായ ഗവേഷണ വഴികളിൽ നിന്നെല്ലാം വെളിപ്പെടുന്നത് മനുഷ്യന് മുന്നിലുള്ള അവസാനിക്കാത്ത സാധ്യതകളും മനുഷ്യനെന്ന സൃഷ്ടിയുടെ മാഹാത്മ്യവുമാണ്. ആധുനിക ലോകം ഏറ്റവും കൗതുകത്തോടെ നോക്കിക്കാണുന്ന സവിശേഷമായൊരു ഗവേഷണ മേഖലയാണ് റോബോട്ടിക്സ്. യന്ത്രമനുഷ്യൻ എന്ന പദത്തിന് തന്നെ മനുഷ്യൻ്റെ കൃത്രിമമായ ഒരു പതിപ്പ് എന്ന അർത്ഥമാണുള്ളത്. ജൈവികവും മാനുഷികവുമായ അനവധി പരിമിതികളുള്ള മനുഷ്യൻ അത്തരം കുറവുകളില്ലാത്ത മറ്റൊരു സൃഷ്ടിയെ കൂടുതൽ മികച്ച രീതിയിൽ പുനരാവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാശയമാണ് ഇത്. എണ്ണമറ്റ ചലച്ചിത്രങ്ങളിലൂടെയും രചനകളിലൂടെയും അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള റോബോട്ട് എന്ന ആശയത്തെ പൊതുസമൂഹം വലിയ താൽപ്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ ശാസ്ത്രശാഖ ആധുനിക മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്ന സാധ്യതകൾ അനവധിയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി കൃത്രിമ മനുഷ്യന്റെ പ്രവർത്തനം ലഭ്യമാക്കും വിധമുള്ള ഗവേഷണങ്ങൾ നിരവധി ഫലമണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭം കുറിച്ച വ്യവസായ വിപ്ലവത്തിൻ്റെ ഏറ്റവും ആധുനികമായ പുതിയ ഘട്ടത്തിലൂടെയാണ് ഇന്ന് ശാസ്ത്രം സഞ്ചരിക്കുന്നത്. ഇന്ന് നമ്മൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ 4ാമത്തെ ഘട്ടത്തിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്ന് ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് ഒക്കെ പറയാറുണ്ട്. അതായത് റോബോട്ടിക്സും നാനോ ടെക്നോളജിയും കൃത്രിമ ബുദ്ധിയും എല്ലാം സമന്വയിക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളരെ വികസിതമായ ഒരു കാലഘട്ടത്തിലാണത്രേ നമ്മളായിരിക്കുന്നത് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മതവിശ്വാസത്തിനും സാങ്കേതികവിദ്യയുടെ ഈ സ്വാധീനത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മാറി നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിമർശനാത്മകമായിട്ടും ഭാവാത്മകമായിട്ടും നമ്മൾ ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ അന്തർധാരകളെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത് ഈ 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കൃത്രിമ ബുദ്ധിയുടെയും റോബോട്ടിക്സിൻ്റെയും ഒക്കെ ഈ മുന്നേറ്റങ്ങളുടെ ധാർമ്മികവും മതാത്മകവും ദാർശനികവുമായ മാനങ്ങൾ, ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭം കുറിച്ച് പിന്നീട് ലോകമെങ്ങും വ്യാപിച്ച വ്യാവസായിക മുന്നേറ്റമാണ് 1ാം വ്യവസായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യൻ അവൻ്റെ പരിമിതികളെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിജീവിച്ചു തുടങ്ങിയത് ആ കാലഘട്ടം മുതലാണ് എന്ന് പറയാം. തുടർന്ന് ഇന്ന് നാം കാണുന്ന വ്യാവസായിക മുന്നേറ്റത്തെ 4ാം വ്യവസായ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും മാത്രമല്ല, നാനോ ടെക്നോളജി, ജനിതകശാസ്ത്രം, വിവരസാങ്കേതിക വിദ്യ എന്നിങ്ങനെ ഈ ആധുനിക ലോകത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏറ്റവും പുതിയ കണ്ടെത്തലുകളുടെയും ഗവേഷണങ്ങളുടെയും ഫലമാണ് ഈ 4ാം വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈ പുതിയ പതിപ്പിൽ ശാസ്ത്രവും പൊതുസമൂഹവും ഏറ്റവുമധികം പ്രതീക്ഷ വയ്ക്കുന്ന നേട്ടങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് സംബന്ധമായ മുന്നേറ്റങ്ങളാണ്. ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഏറ്റവും
വികാസം പ്രാപിച്ച ഒരു തലത്തിലായിരുന്നു നമ്മൾ എത്തിയിരിക്കുന്നത്. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയവയെല്ലാം. ഇവയുടെ എല്ലാം വികാസ തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു രൂപകം ഇന്ന് ശാസ്ത്രം തന്നെ ഉപയോഗിക്കുന്നതാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, 4ാം വ്യവസായ വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്ക് വിവർത്തനം ചെയ്യാം. എന്തൊക്കെയാണ് ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്ന ശാസ്ത്രീയമായ ഘടകങ്ങൾ, അതിൻ്റെ ആഭിമുഖ്യങ്ങൾ, അന്തർധാരകൾ എന്തൊക്കെയാണ് ഇതൊന്ന് വിശദീകരിക്കാമോ? ആദ്യം തന്നെ നമുക്ക് സ്വല്പം ചരിത്രത്തിൽ നിന്നൂടെ തുടങ്ങാം. മാനവരാശിക്ക് ഏകദേശം 80,000 വർഷം പഴക്കമുണ്ട്. അത് ആഫ്രിക്കയിൽ നിന്നാണ് തുടങ്ങിയത്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഹോമോസാപ്പിയൻസ് മാത്രമല്ല, നമ്മളും നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സിനെ എല്ലാം എടുക്കുകയാണെങ്കിൽ ഒരു 30 ലക്ഷം വർഷം പഴക്കമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ കഴിഞ്ഞ 400 അല്ലെങ്കിൽ 500 വർഷത്തിലാണ് ഈ ആധുനിക സയൻസ്, മോഡേൺ ടെക്നോളജി വളർന്നു വന്നത്. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്. സ്റ്റീം എൻജിൻ, അതാണ് ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആരംഭം. അതായത് പണ്ട് ഫേറോസ് അവരുടെ അടിമകളുടെ കൊണ്ട് ഈ കൊട്ടാരങ്ങളും പിരമിഡുകളും ഉണ്ടാക്കിച്ചെങ്കിൽ സ്റ്റീം എൻജിൻ നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയുടെ ബലം സ്റ്റീം മെഷീനിലേക്ക് കടത്തപ്പെട്ടു. കപ്പലുകൾ, സാധാരണ കുതിരവണ്ടികൾ, അതുപോലെ തന്നെ ചില മെഷീനുകൾ ഈ സ്റ്റീം എൻജിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ ബലം കൊണ്ട് ഓടാൻ തുടങ്ങി. അത് നമ്മുടെ കൈബലത്തിന് കൂടുതൽ കൂടുതൽ ആവേശം തന്നു. അതാണ് ആദ്യത്തെ വിപ്ലവം. രണ്ടാമതൊരു 200 വർഷങ്ങളെ കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി വന്നു. ഇലക്ട്രിസിറ്റിയോടുകൂടി ഫാക്ടറീസ്, പിന്നെ മാസ് പ്രൊഡക്ഷൻ, പിന്നെ റെഗുലർ വർക്ക് ആൻഡ് സം ടൈം ടു റിലാക്സ്. അതായിരുന്നു സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബേസിക്കലി ഇലക്ട്രിസിറ്റി ആണെങ്കിൽ, തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന 50 വർഷം മാത്രം പഴക്കമുള്ള ഇലക്ട്രോണിക്സ് ആണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ വേൾഡ്. ഇന്ന് നമുക്കറിയാമല്ലോ, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ല. എല്ലാം ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആ ഇൻ്റർനെറ്റിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കമ്പോണൻസാണ് 1 ഡിജിറ്റൽ വേൾഡ്, 2 ഓട്ടോമേഷൻ, 3 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 4 വെർച്വൽ റിയാലിറ്റി, 5 ആർട്ടിഫിഷ്യൽ ലൈഫ്. ഇതെല്ലാം കൂടെ നമ്മൾ പറയുന്നു വി ഹാവ് ആക്ച്വലി an ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് അടുത്ത 30 വർഷങ്ങളിൽ മാറുമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ ടെക്നോളജിയും ഒന്നിച്ചു വന്ന ഒരു കൺവേർജൻസ് ആവുകയാണ്. മുമ്പെന്നതിനേക്കാളുപരി ശാസ്ത്രം മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഒരു കാലമാണ് ഇത്. മുമ്പോട്ടുള്ള പ്രതീക്ഷകളുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിലെ ആധുനിക ശാസ്ത്രത്തിന്റെ സ്വാധീനം പരിധികളില്ലാതെ വളരുക തന്നെ ചെയ്യും. ജീവിത സൗകര്യങ്ങളുടെയും രോഗപ്രതിരോധത്തിൻ്റെയും സുരക്ഷയുടെയും മറ്റും കാര്യങ്ങളിൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അചിന്തനീയമായിരുന്ന ഏറെ പുതുമകളാണ് ഇന്ന് നമുക്ക് ശാസ്ത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രം മനുഷ്യനെ പരിമിതികൾക്ക് അതീതനായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ധാർമ്മികതയുടെയും ദൈവശാസ്ത്രത്തിൻ്റെയും കണ്ണുകളിലൂടെ ഇത്തരം മുന്നേറ്റങ്ങളെ വിലയിരുത്തുമ്പോൾ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി ശാസ്ത്രത്തിൻ്റെ ഈ രംഗത്തെ വളർച്ചയെ ഒരു വെല്ലുവിളിയായി കാണേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും വളർച്ചയിലൂടെ ശാസ്ത്രം മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ പലതാണ്. ഇതിനകം തന്നെ റോബോട്ടിക്സിൻ്റെ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന ചില മേഖലകളാണ് വ്യവസായം, സുരക്ഷ, ചികിത്സ തുടങ്ങിയവ. മനുഷ്യകരങ്ങൾക്ക് സാധ്യമല്ലാത്ത വിധമുള്ള കൃത്യതയും സൂക്ഷ്മതയും വേഗതയും
കൃത്രിമ ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന യന്ത്രക്കൈകൾക്കുണ്ട്. അതിനാൽ തന്നെ മേൽപ്പറഞ്ഞ രംഗങ്ങളിൽ റോബോട്ടിക്സിന്റെ ഇടപെടൽ വിപ്ലവകരമായ നേട്ടങ്ങൾക്ക് ഇടയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രംഗത്ത് മുൻനിരയിലുള്ള നിരവധി ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം മനുഷ്യന്റെ അടിസ്ഥാനപരമായ കുറവുകളെയെല്ലാം നികത്തി അവനെ അമർത്യനാക്കി മാറ്റാൻ ഉതകുന്ന സാങ്കേതിക വിദ്യയാണ്. റോബോട്ടിക്സിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് മരണത്തെ പോലും മനുഷ്യന് അതിജീവിക്കാനാകുമെന്ന് അവർ കരുതുന്നു. നമ്മുടെ ഈ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു 2 വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഒന്ന്, നമുക്കറിയാം പ്രൊസ്തേസിസ് അല്ലെങ്കിൽ നമ്മുടെ ലിംസ്, നമ്മുടെ കൈയിനെ എല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. അത് വളരെ വളരെ കോംപ്ലക്സ് പ്രക്രിയകളെ പോലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിഭാവന ചെയ്യുന്ന ഇതാണ്, പയ്യെ പയ്യെ നമ്മളുടെ കാർബൺ ബേസ്ഡ് ബോഡിയെ സിലിക്കോണിലും സ്റ്റീലിലും ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ശരീരത്തെ മുഴുവനും പയ്യെ പയ്യെ സ്റ്റീലും സിലിക്കോണും ആക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് വേറൊരു തരത്തിലുള്ള ജീവൻ ഉണ്ടാകും, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. കണക്റ്റഡ് വിത്ത് ദാറ്റ് ഈസ് എ സെക്കൻഡ് പോസിബിലിറ്റി, വെദർ വി ക്യാൻ അറ്റെയിൻ ഇമ്മോർട്ടാലിറ്റി. മരണത്തെ തന്നെ നമുക്ക് കീഴടക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ശരീരത്തെ മാത്രമല്ല മാറ്റുന്നത്, നമ്മളുടെ ജീവനെ പോലും സിലിക്കോൺ ബേസ്ഡ് ആക്കി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കുകയാണ് എങ്കിൽ മരിക്കേണ്ട ആവശ്യം പോലും ഉണ്ടോ എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നു. ആ ലെവലിലാണ് നമുക്ക് ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഇതിൻ്റെ വെല്ലുവിളികളാണ്: ഒന്ന്, നമ്മളുടെ തന്നെ ശരീരത്തെ പൂർണ്ണമായി മാറ്റിവെക്കുക. 2, മരണത്തെ തന്നെ കീഴടക്കുക. എനിക്ക് തോന്നുന്നില്ല ഈ 2 പോസിബിലിറ്റീസും ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും ഈ ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റും ടെക്നീഷ്യൻസും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. കാർബൺ ശരീരത്തെ സിലിക്കൺ ബോഡിയായിട്ട് റീപ്ലേസ് ചെയ്യുവാനുള്ള സാധ്യതയെപ്പറ്റി പരാമർശിക്കുകയുണ്ടായല്ലോ. അതുപോലെ മരണത്തെ പോലും ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ള സൂചനകളും പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ വിശ്വാസ തലത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിശ്വാസ വീക്ഷണത്തിൽ 100 വർഷം ജീവിക്കുന്നത് 1000 വർഷം ജീവിക്കുക എന്ന് പറയുന്നതോ അല്ലെ മരിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നതോ അല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ സാധ്യതകളുടെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഗണപരവും ഗുണപരവുമായ വ്യതിയാനങ്ങളുണ്ട് മനുഷ്യൻ്റെ സാധ്യതകളിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ശാസ്ത്രം നമുക്ക് ഗുണപരമായ ഒത്തിരി സാധ്യതകൾ, വികാസങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്നാൽ ശരീരങ്ങളുടെ ഉദ്ധാനം പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട് അനവധ്യസുന്ദരമായ ആനന്ദത്തിൽ ജീവിക്കുന്ന ആ ഗുണപരമായ സാധ്യതയെ ശാസ്ത്രം ഇവിടെ നമുക്ക് തുറന്നു തരുന്ന ഒരു സാധ്യതയല്ല. അതുകൊണ്ട് ശാസ്ത്രം ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അമർത്യത നമുക്ക് പ്രദാനം ചെയ്തു തരുമ്പോൾ അത് വിശ്വാസപ്രകാരമുള്ള മരണാനന്തര ജീവിതത്തിന് പകരമാകുമെന്ന് കരുതുക വയ്യ. കുരുവിളയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള യുട്ടോപ്യൻ ചിന്തകൾ പങ്കുവെക്കപ്പെടുമ്പോഴും ശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയപ്പെടുമ്പോഴും നമ്മൾ അനിവാര്യമായ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ അവയെ സമീപിക്കേണ്ടിയിരിക്കുന്നു. മരിക്കാതെ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടുപിടിക്കുവാനോ സൃഷ്ടിച്ചെടുക്കുവാനോ സാധിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തെ മുഖാമുഖം കണ്ട് ഏതാണ്ട് നിത്യജീവിതത്തിന് സമാനമായ സാഹചര്യത്തിൽ സമ്പൂർണമായ ദൈവ സാന്നിധ്യത്തിൽ അധിവസിക്കുന്നവനായാൽ മാത്രമേ വിശ്വാസം വിഭാവനം ചെയ്യുന്ന മനുഷ്യ ദർശനത്തിനോട് അതിനെ കിടപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ത് ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടും ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന സാധ്യത ഈ ലോകത്തിനു മുന്നിൽ ചില ഭീഷണികളെ ഉയർത്തുന്നുണ്ട്. അധാർമികവും നിയമവിരുദ്ധവും ദേശദ്രോഹപരവുമായ ലക്ഷ്യങ്ങൾക്കായി ഇത്തരം സാങ്കേതിക വിദ്യകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞേക്കും. ഇന്ന് ആധുനിക ലോകത്തിലെ
ധാർമ്മിക ചിന്തകരുടെ മുന്നിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായും ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കപ്പെടുന്നതിലെ അപകടം നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അത്തരത്തിൽ ചിന്തിച്ചാൽ ധാർമ്മിക ദൈവശാസ്ത്രത്തെ സംബന്ധിച്ച് സങ്കീർണമായ ഒരു പഠന മേഖലയാണ് റോബോട്ടിക്സ്. നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ അനന്ത സാധ്യതകളെ നമുക്ക് വിഭാവനം ചെയ്യുവാനായിട്ട് സാധിക്കും. 30 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കുവാനായിട്ട് സാധിക്കും. അടുത്തിടെ ഞാൻ പരാമർശിച്ച് കേട്ട ഒരു പദമാണ് സെക്സ് ബോട്ട്. റോബോട്ട് പോലെ സെക്സ് ബോട്ടുകൾ, മനുഷ്യന് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ സാധിക്കുന്ന കൃത്രിമ മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുക. അതിൻ്റെ വിവിധ വശങ്ങളിലേക്കല്ല നമ്മളിവിടെ ചർച്ചയ്ക്ക് പോകുന്നത്. ഈ നാലാം വ്യവസായ വിപ്ലവത്തിലൂടെയുള്ള വലിയ മുന്നേറ്റങ്ങളിലൂടെ സംഭവിക്കുവാൻ പോകുന്ന ധാർമ്മിക വിപ്ലവം, അത് ഭാവാത്മകമായിട്ടായിരിക്കാം, നിഷേധാത്മകമായിട്ടായിരിക്കാം. ശാസ്ത്രം ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു മേഖലയല്ലേ? ഈ ശാസ്ത്രീയ വിപ്ലവങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മിക ചിന്തയും ഒരുപോലെ വികാസം പ്രാപിക്കേണ്ടതല്ലേ? കാരണം അത്തരത്തിൽ കൂടുതൽ രൂഢമൂലമായിട്ടുള്ള ധാർമ്മിക മാനങ്ങൾ പേറുന്നവയല്ലേ ഈ നാലാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്? എന്താണ് അതേക്കുറിച്ച് പറയുവാനുള്ളത്? ദ സാഡ് പാർട്ട് ഈസ്, നമ്മളുടെ എത്തിക്സിന് 2000 ഇയേഴ്സ് പഴക്കമുണ്ട് എങ്കിൽ നമ്മളുടെ സാങ്കേതിക കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞ 400 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പണ്ട് ബുദ്ധനും ഈശോയുടെയും ആ ലെവലിലുള്ള ധാർമ്മികത പോലും നമുക്കിപ്പോൾ അനുഭവിച്ചറിയുവാൻ പറ്റുകയില്ല. ഇതിൽ നമ്മുടെ മോറൽ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ള കണ്ണി ഇതാണ്: ക്യാൻ വി ഡീൽ വിത്ത് എ മൊറാലിറ്റി ദാറ്റ് ഈസ് 2000 years ago with a technology that is just 300 years and advancing still more? ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നം ഇതാണ്: ഹൗ ക്യാൻ വി ഹ്യൂമൻ ബീങ്സ് cope with this kind of so advanced technology with the prevailing moral sensitivity? We need to advance our technology, otherwise, like Einstein said, we are giving all this technology to a criminal who is holding the axe. He can do everything. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എല്ലാം നമുക്ക് ഒരു വിനാശമായി പോയേക്കാം. അതിനെതിരെ ഒരു നല്ല ധാർമ്മികത നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു തിരിഞ്ഞ് ഡയലോഗിൽ കൂടെയും എക്സ്പീരിയൻസിൽ കൂടെയും നമുക്ക് ഇമാജിൻ ചെയ്യുവാൻ പറ്റുമോ? പണ്ട് നമുക്കറിയാം, നമ്മളുടെ ധാർമ്മികത വാസ് ബേസ്ഡ് ഓൺ ലവ്, ഓൺ റിലേഷൻഷിപ്പ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്. നൗ ദാറ്റ് ഈസ് ഇനഫ്, ബട്ട് വി നീഡ് ടു go beyond it to face the new challenges and the new eventualities. റോബോട്ടിക്സ് എന്ന നൂതന ഗവേഷണ രംഗം മുന്നോട്ട് വയ്ക്കുന്ന നേട്ടങ്ങളിൽ ദൈവശാസ്ത്ര സംബന്ധമായി ഏറെയൊന്നും ആശയക്കുഴപ്പങ്ങൾ കാണേണ്ടതില്ല എന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ കൃത്രിമ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധിശക്തിയെ കിടപിടിക്കുന്ന ഒന്നല്ല. മറിച്ച് അത്തരം ഗവേഷണ ഫലങ്ങളും ഉൽപ്പന്നങ്ങളും മനുഷ്യന് കൂടുതൽ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. പക്ഷേ ഭാവി സാധ്യതകൾ പരിഗണിച്ചാൽ ഇന്നത്തെ ഗവേഷകർ ലക്ഷ്യം വയ്ക്കുന്നത് പോലെ മനുഷ്യബുദ്ധിയേക്കാൾ അതീതമായ ബുദ്ധിശക്തി കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിനെ എപ്രകാരം വീക്ഷിക്കാൻ കഴിയുമെന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിന് അതീതമായ ഒരു കൃത്രിമ ബുദ്ധി നിർമ്മിക്കപ്പെടുന്നെങ്കിൽ മനുഷ്യനേക്കാൾ ഉയർന്നു ചിന്തിക്കാനും നിത്യസത്യങ്ങളെ വളരെ എളുപ്പം വിശദീകരിക്കാനും അതിന് കഴിഞ്ഞേക്കും. അല്പം കൂടി ഭാവാത്മകമായിട്ട് നമുക്ക് ഈ വികാസങ്ങളെ ഒന്ന് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുമോ? എല്ലാ സാങ്കേതിക വിദ്യയും ആത്യന്തികമായിട്ട് പ്രകൃതിബദ്ധമായ ഒരു അതിബുദ്ധിയുടെ ആവിഷ്കാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ലേ? മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം പരമമായിട്ട് പ്രകൃതിയുടെ അപാരമായ അതിബുദ്ധിയുടെ ഒരു ദർശനം കൂടിയല്ലേ, അടയാളം കൂടിയല്ലേ? ആ രീതിയിൽ നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ വികസിക്കുമ്പോൾ അതിലൂടെ എന്ത്
മതാത്മകവും ദാർശനികവുമായ ഉൾക്കാഴ്ചകളാണ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക. ഭാവാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് നമുക്ക് ഈ 4-ാം വ്യവസായ വിപ്ലവത്തെ പറ്റിയുള്ള ചിന്തകളിൽ നിന്ന് ഉൾക്കൊള്ളുവാനാകുമോ? ആദ്യമേ എത്തിക്സ്, അത് കഴിഞ്ഞിട്ട് സ്പിരിച്വാലിറ്റി. എവറിത്തിങ് ദാറ്റ് വി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈസ് എ ഡബിൾ-എഡ്ജ്ഡ് sword. It can be used positively. It can also be unfortunately used negatively. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും നമ്മൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധം. If we use with proper discernment, with humility and respect, then the 4th industrial revolution will give us leisure, joy, happiness, fulfillment. ഈ 4th industrial revolution can connect each one of us intimately, personally. പക്ഷേ അതിൻ്റെ മറ്റേ സൈഡാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ ചൂഷണം ചെയ്യത്തക്ക വിധം നമ്മളത് ഉപയോഗിക്കും. ആൻഡ് ദാറ്റ് വുഡ് ബി വെരി വെരി tragic. Tragic in the sense we are not doing harm only to me as an individual, but to the whole environment, to the whole humanity. ആത്മീയ രംഗത്ത് റോബോട്ടുകൾക്ക് ഭാവിയിൽ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബുദ്ധിയും ചിന്താശേഷിയുമുള്ള യന്ത്രങ്ങൾ ഭാവിയിൽ അവതരിപ്പിക്കപ്പെട്ടാൽ അവർക്ക് അഭിഷേകം നൽകി കൂദാശകൾ പരികർമ്മം ചെയ്യാൻ അനുമതി നൽകാൻ കഴിയുമോ എന്ന ചോദ്യം അല്പം ബാലിശമായി തോന്നാം. അതുപോലെ തന്നെ അത്തരം റോബോട്ടുകൾക്ക് മാമോദീസ നൽകാൻ കഴിയുമോ എന്ന ആശയക്കുഴപ്പവും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെങ്കിലും ഭാവിയിൽ അതിബുദ്ധിമാന്മാരായ യന്ത്രമനുഷ്യർ രംഗപ്രവേശം ചെയ്യുന്ന പക്ഷം അവയെ നിഷേധാത്മകമായ മനോഭാവത്തോടെ കാണേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഗവേഷണ ബുദ്ധിയോടെ തന്നെ ദൈവശാസ്ത്രജ്ഞരും സമീപിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. ജർമ്മനിയിലെ ഫാരഡേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ ഈ റോബോട്ടിക്സും റിലീജിയനും തമ്മിലുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ട് പറയുകയാണ്, ഒരുപക്ഷെ നമുക്ക് 3 തലങ്ങൾ റോബോട്ടിക്സും റിലീജിയനും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത്. ഒന്നാമത്തേത് റിജക്ഷൻ, നിരാസനമാണ്. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് വളരെ അസഹനീയമായിട്ട് തോന്നി അവയെ തള്ളിക്കളയുക, ഔട്ട്റൈറ്റ് നെഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അഡോപ്ഷനാണ്, ദത്തെടുക്കൽ, അല്ലെങ്കിൽ ഒരുതരം സ്വീകരണം എന്ന് പറയുന്നത് അംഗീകാരം നൽകി തുടങ്ങുകയാണ് ഭാഗികമായിട്ട്. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് അഡാപ്റ്റേഷനാണ്, താദാത്മീകരിക്കുകയാണ് നമ്മൾ അവയോട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഈ ഒന്നാമത്തെ തലത്തിലാണ്. അഡാപ്റ്റേഷൻ്റെ തലമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഭാവാത്മകമായ സാധ്യതകൾ വിശ്വാസത്തെ പോലും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇതിപ്പോഴും സ്വപ്നതലത്തിൽ നിലനിൽക്കുന്നതേ ഉള്ളൂ. മാനവരാശിയുടെ ഭാവിക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ശാസ്ത്രം തികഞ്ഞ ധാർമ്മിക ബോധത്തോടുകൂടി മനുഷ്യൻ്റെ എല്ലാ സാധ്യതകളെയും അതിഭൗതികവും വിശ്വാസപരമായ സാധ്യതകളെയും കൂടി സാക്ഷാത്കരിക്കുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയ്ക്ക് ആഭിമുഖ്യം നൽകുകയാണ് എങ്കിൽ അത് മാനവരാശിക്ക് തന്നെ നല്ലൊരു സദ്വാർത്തയായിട്ട് കണക്കാക്കാൻ സാധിക്കുമെന്ന് തോന്നുകയാണ്. ശാസ്ത്രത്തിന് മുന്നിലുള്ള സാധ്യതകൾ അനന്തമാണ് എന്നതുപോലെ തന്നെ ആത്മീയ തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും വ്യാപ്തിയും വളരെ വലുതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി മാഹാത്മ്യം നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അതീതമാണ്. പദാർത്ഥത്തിൻ്റെ ഓരോ കണികയിലും മറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ കണ്ടെത്തി ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ മനുഷ്യൻ പ്രാപ്തനായതിൻ്റെ ഫലമാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ. ഇനി മുന്നോട്ട് ശാസ്ത്രത്തിന് സഞ്ചരിക്കേണ്ടതായുള്ള വഴികൾ അനന്തമായി നീളുകയാണ്. ആ യാത്രയിലുടനീളവും ദൈവമഹത്വം വെളിപ്പെടുമെന്ന് തീർച്ച. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്.
ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. നമ്മൾ എന്താണ് അനുഭവിക്കുന്നു എന്നുള്ളതും നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവരും രണ്ടു പേർക്കും ബ്രെയിനിലെ ഒരേ സ്ഥലത്തെ ന്യൂറോൺസാണ് ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നത്. ജീവന്റെ നിയമം അൾട്രൂയിസമാണ്, സെൽഫിഷ്നെസ് അല്ല. അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിനെ, സ്വാർത്ഥതയെ കൂടി അതിലംഘിക്കുന്ന പരക്ഷേമകാംക്ഷയുടെ, ഉപവിയുടെ, സഹാനുഭൂതിയുടെ ഒരു തത്വം കൂടി ജീവന്റെ മൗലികമായ ഒരു നിയമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ സഹാനുഭൂതി, സിമ്പതി, കമ്പാഷൻ, ഇതിൻ്റെ എല്ലാം ന്യൂറോളജിക്കൽ ബേസിസ് ആണ് നമ്മുടെ ഈ മിറർ ന്യൂറോൺ എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് മറ്റൊരാളുടെ സഹനത്തിൽ ഒരു പരിധി വരെ പങ്കുവെക്കുവാൻ കഴിയുന്നത് ഈ മിറർ ന്യൂറോൺസ് വഴിയാണ്.